ദിവികാരുണ്യനാഥൻ, സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച ഈശോ വലിയ സ്നേഹ സാന്നിധ്യമായി നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. കർത്താവേ, ജനം മുഴുവൻ, ഇസ്രായേൽ ജനം മുഴുവൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ദൈവത്തെ നേരിട്ട് കാണണമെന്നുള്ള അവരുടെ വലിയ ആഗ്രഹത്തിൻ്റെ ഉത്തരമാണ് വിശുദ്ധ കുർബാന. ഈശോ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ വചനത്തിൽ, കൂദാശകളിൽ ഇന്ന് ഈ അൾത്താരയിലേക്ക് ജീവിക്കുന്ന ദൈവമാണ് ഇറങ്ങി വരിക. ആരാധിക്കുന്നവരെ അവന് ഇഷ്ടമാണ്. ഈശോയെ അങ്ങേ ആരാധിക്കാൻ ഒരുങ്ങുന്ന ഈ കുടുംബം, ഈ കൂട്ടായ്മ, ഓരോ വ്യക്തികളും, ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ഞങ്ങളുടെ ഭവനം, ജോലി, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞങ്ങളങ്ങേ ആരാധിക്കാൻ ഒരുങ്ങാണ്. ഞങ്ങൾ അങ്ങിൽ വിശ്വസിച്ച്, അങ്ങിൽ വലിയ ആശ്രയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. സാധിക്കുന്ന എല്ലാവരും മുട്ടിന്മേലായിരിക്കും. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം, കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. ആരാധനയിൽ നമ്മുടെ ജീവിതം, ജീവിത സാഹചര്യങ്ങൾ, പ്രാർത്ഥനകളെല്ലാം കൊടുക്കാം. കടന്നു പോകുന്ന ജീവിതാവസ്ഥകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം, നമ്മുടെ പ്രാർത്ഥന ആർക്കൊക്കെ ആവശ്യമാണോ അവരെല്ലാം ഈ സമയം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ജീവിക്കുന്ന ദൈവമാണ് ഞാൻ ആരാധിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നത് ഏതോ ഒരു വ്യക്തിയോടല്ല, മനുഷ്യനോടല്ല. എനിക്ക് ജീവൻ നൽകി എന്നെ നട്ടു വളർത്തി എന്നെ പരിപാലിക്കുന്ന എൻ്റെ ദൈവത്തോടാണ്. ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തിൽ, എൻ്റെ ഈശോയിൽ പൂർണ്ണമായും വിശ്വസിച്ച് എല്ലാം ആ നാഥൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ഗാനത്തോട് ചേർന്ന് സർവശക്തനായ, സ്നേഹനിധിയായ, നമ്മുടെ ജീവിതത്തിൻ്റെ അധികാരിയായ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് സ്വീകരിക്കാം. ദൈവക്കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവക്കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവരെ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടിക്കേ. ദൈവക്കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവരെ, ജീവനായകരെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശിരസ്സ് നമിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുക, കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. എന്നെ നന്നായി അറിയാവുന്ന എൻ്റെ ഈശോ, 139 സങ്കീർത്തനം വചനം ഇങ്ങനെ പറയാണ്: ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ കിടക്കുന്നതും എല്ലാം അറിയാവുന്ന, കാണുന്ന എൻ്റെ ദൈവം. ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന ഈശോ.
പ്രിയപ്പെട്ട മക്കളെ, ഈശോയിലേക്ക് നോക്ക്. നിൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരുന്നതിന് മുമ്പേ അവനറിയാമെങ്കിൽ ഇപ്പോൾ കടന്നു പോകുന്ന ആ ചിന്തകളെ ഈശോയ്ക്ക് നന്നായിട്ട് അറിയത്തില്ലേ? ഇപ്പം എന്തൊക്കെയോ ആകുലതകളിലൂടെ കടന്നു പോവാണേലും ആരാധിക്കാൻ വേണ്ടി നീ വന്ന ഈ സമയത്ത് ഈശോയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒറ്റ കാര്യമാണ്. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നിന്നെ അവൻ കാണുന്നുണ്ട്, നിന്നെ അവൻ നോക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഒരു ചിന്ത ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പേ അറിയാവുന്ന ഈശോയ്ക്ക് ഇപ്പം നിൻ്റെ ഉള്ളിലുള്ള എല്ലാ ചിന്തകളും അറിയാം. നിൻ്റെ പ്രാർത്ഥനകൾ അറിയാം, നിൻ്റെ സങ്കടങ്ങൾ അറിയാം, നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിൻ്റെ കൺഫ്യൂഷൻസ് എല്ലാം ഈശോയ്ക്ക് അറിയാം. നിൻ്റെ ജോലി, ആ ജോലിയിൽ നീ അനുഭവിക്കുന്ന ആ റിയാലിറ്റി, പഠനത്തിലെ ക്രൈസിസുകൾ, നാളെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ കുഴഞ്ഞു നിൽക്കുന്ന അവസ്ഥ, ഒരു ചിന്ത ഉള്ളിൽ വരുന്നതിന് മുമ്പേ അറിയാവുന്ന ഈശോ. കർത്താവേ, ഇത്ര സ്നേഹത്തിന്, ഇത്ര കരുതലിന് നന്ദി ഞങ്ങൾ പറയാണ്. സങ്കീർത്തനം 40:17 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണെങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. ഞാൻ ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. സാമ്പത്തികമായ ഒരു കുറവിനെക്കുറിച്ച് മാത്രമല്ല അവിടെ പറയുക, ഒരു ആത്മീയ അന്ധതയെക്കുറിച്ച് മാത്രമല്ല അവിടെ പറയുക. ഐ ആം ബ്രോക്കൺ, ഞാൻ തോറ്റു നിൽക്കുകയാണ്, ഞാൻ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്, പക്ഷേ കർത്താവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്, ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, കർത്താവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. കരങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം, കണ്ണുകൾ തുറന്ന് അപ്പനെ ഈശോയെ കണ്ടുകൊണ്ടിരിക്കണം. ഈ ബോധ്യം ഉള്ളിലോട്ട് നിറയട്ടെ, ഈ ട്രസ്റ്റ് ഉള്ളിലോട്ട് നിറയട്ടെ. എന്നെക്കുറിച്ച് ഒരാൾ കരുതുന്നുണ്ട്. എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ട എൻ്റെ അപ്പൻ എന്നെ നോക്കുന്നുണ്ടാവില്ല. എന്നെക്കുറിച്ച് എന്നെ സ്നേഹിക്കേണ്ട എൻ്റെ അമ്മ എന്നെ മൈൻഡ് ചെയ്യണുണ്ടാവില്ല. എന്നെ ചേർത്ത് പിടിക്കേണ്ട എൻ്റെ ജീവിത പങ്കാളി ഇപ്പോൾ അകന്ന് നിൽക്കുകയായിരിക്കും, ചില തിരക്കുകളൊക്കെ ആയിരിക്കും. എന്നെ സ്നേഹിക്കേണ്ട എൻ്റെ മക്കൾ എന്നെക്കുറിച്ച് ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. എൻ്റെ മാതാപിതാക്കൾ അവരുടേതായ ലോകത്തിലായിരിക്കാം. ഐ എം ടോട്ടലി ലോൺ, ഐ എം ടോട്ടലി ബ്രോക്കൺ. ഏതവസ്ഥയിലായാലും ഒരുറപ്പിതാണ്, എന്നെ കരുതുന്ന ഒരാൾ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. ഈശോയെ, ഈ വചനത്തെ അല്ല, ഈ വചനം പറഞ്ഞ അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അങ്ങ് പറഞ്ഞ വാക്ക് എന്നെ ശക്തിപ്പെടുത്തും. വലതുകരൊന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാമോ? നീട്ടിപ്പിടിച്ച കയ്യിൽ ജീവിതാവസ്ഥയും കൊടുത്തേരാ. നമ്മൾ ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവാണ്. ഇന്നെന്താണ് ജീവിതത്തിൽ ഈ ദിവസം ഈശോ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. ഈ ദിവസത്തിൻ്റെ കഴിഞ്ഞ മണിക്കൂറുകൾ തന്ന നല്ല അനുഭവങ്ങളുണ്ടാകും, ചീത്ത അനുഭവങ്ങളുണ്ടാവും. കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ക്രൈസിസുകളുണ്ടാവും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസിസ് ഉണ്ട്. ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് അറിയാവുന്ന എൻ്റെ ഈശോയ്ക്ക് ഇപ്പോൾ ഈശോയുടെ ചിന്ത എന്നെക്കുറിച്ചാണ്. വലതുകൈ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു മനസ്സിലതങ്ങ് പറഞ്ഞു, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും എൻ്റെ ഈശോയ്ക്ക് എന്നെക്കുറിച്ച് കരുതലുണ്ട്. ആ വചനമൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും എൻ്റെ ഈശോയ്ക്ക് എന്നെക്കുറിച്ച് കരുതലുണ്ട്. ഒരിക്കൽ കൂടി ബോധ്യത്തോടെ പറഞ്ഞേ, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും എൻ്റെ ഈശോയ്ക്ക് എന്നെക്കുറിച്ച് കരുതലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരൊറ്റ ബോധ്യമാണ് നമുക്ക് ശക്തി നൽകുന്നത്. എന്നെക്കുറിച്ച് കരുതുന്ന ഒരാൾ. കണ്ണുകളൊന്ന് ശാന്തമായിട്ട് അടയ്ക്കാമോ? നിങ്ങളായിരിക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഒരു കുഞ്ഞ് ഇടമാണത്. പൊതിഞ്ഞു പിടിക്കുന്ന ഒരു അനുഭവമുണ്ട് ഈശോടെ. ഈ കൊച്ചിനെ, ഈ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന കൊച്ചിനെ, ഈ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഈശോയുടെ കുഞ്ഞിനെ, ഒറ്റയ്ക്കായി പോയ ഈശോയുടെ പൈതലിനെ ഒരു അനോയിൻറ്റിങ് ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈശോയുടെ ഒരു സ്പെഷ്യൽ ഓറ, ഈശോയുടെ ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ്, ഒരു കവറിങ്, ഒരു പുതപ്പിട്ട് പുതയ്ക്കണതുപോലെ സ്നേഹം ഇങ്ങനെ പൊതിയാണ്. നീ പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാര്യം ഇത് മാത്രം കേട്ടോ. നീ അറിഞ്ഞില്ലേലും, നീ അത് ഏറ്റു പറഞ്ഞില്ലേലും, നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നീ സങ്കടത്തിൻ്റെ നീർച്ചുഴിയിൽ പെട്ടു പോകാതിരിക്കാൻ, നീ വീണ്ടും എഴുന്നേക്കാൻ വേണ്ടി ഒരു ബ്ലാങ്കറ്റ് അനോയിൻറ്റിങ്, ഒരു പുതപ്പം കെട്ടിട്ട് പൊതിഞ്ഞ് പിടിക്കുകയാണ് ഈശോ. ഒരു തിന്മയും തൊടാതെ, ഒരു സങ്കടവും ഉള്ളിലോട്ട് കയറാതെ, ഒരു വ്യക്തിയുടെ മുറിപ്പെടുത്തുന്ന വാക്കും ഉള്ളിലോട്ട് കയറാതെ, ജീവിത സാഹചര്യങ്ങൾ തന്ന ആ അസ്ത്രമുനകൾ നിന്നെ കീറി മുറിക്കാതെ പൊതിഞ്ഞു പിടിക്കുകയാണ് ഈശോയുടെ കുഞ്ഞിനെ. കരങ്ങൾ ചുറ്റും വട്ടം പിടിച്ച് ഈശോ പിടിച്ചിട്ടുണ്ട്. ഒരൊറ്റ കാര്യത്തിലാണ് ഈശോയ്ക്ക് നീ നന്ദി പറയേണ്ടത്. കർത്താവേ, ഈ സഹനം ഒരു തിരമാല പോലെ എന്നെ മുക്കിക്കളയാൻ നോക്കിയപ്പോൾ
പർവ്വതം പോലെ വെല്ലുവിളികൾ എൻ്റെ മുമ്പിൽ നിന്ന് ആക്രോശിച്ചപ്പോൾ, ഇരുട്ട് കാർമേഘം പോലെ എന്നെ വിഴുങ്ങിക്കളയാൻ ശ്രമിച്ചപ്പോൾ, ഒരാപത്തും തൊടാതെ എന്നെ പൊതിഞ്ഞു പിടിച്ച എൻ്റെ അപ്പ, എന്നെക്കുറിച്ച് കരുതുന്ന എൻ്റെ പിതാവേ, എൻ്റെ ഈശോയെ, ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. ഈ സ്നേഹത്തിന്, ഈ കരുതലിന്, ഈ പൊതിഞ്ഞു പിടിച്ച നിമിഷങ്ങൾക്ക് ഈശോയെ താങ്ക് യു. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ആ പ്രസൻസ് ഫീൽ ചെയ്യുക, നിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ, നിൻ്റെ ആ ഒരു സറൗണ്ടിങ്ങിൽ ഈശോയുടെ പ്രസൻസ് ഫീൽ ചെയ്യുക. എനിക്കായി കരുതുന്ന ഒരാൾ എൻ്റെ കൂടെയുണ്ട്. ആമേൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. കണ്ണു തുറന്ന് ഒരിക്കൽ കൂടി ഈശോയെ കണ്ടോ. ഈ ഈരടിക്ക് നമ്മളൊന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നിന്നെ വിശ്വാസം മുൻപോട്ട് നയിക്കേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടത് ഈ ഒരൊറ്റ ബോധ്യത്തിലാണ്. എനിക്കായി കരുതുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവൻ, ഞാൻ ആയിരിക്കുന്ന അന്തരീക്ഷത്തിൽ, ഞാൻ ആയിരിക്കുന്ന എൻ്റെ സ്റ്റാറ്റസിൽ, ഞാൻ വീണ് കിടക്കുന്നുണ്ടാകാം, ഞാൻ നടക്കുന്നുണ്ടാകാം, ഞാൻ എഴുന്നേറ്റിട്ടുണ്ടാകാം, ഞാൻ ചിലപ്പോൾ പൊട്ടിക്കരയുന്നുണ്ടാകാം, എൻ്റെ ഏതൊരവസ്ഥയിലും എന്നെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരാൾ. കണ്ണു തുറന്ന് ഈശോയെ കണ്ടോ. നമുക്ക് ആ ഈരടികൾ ചുമ്മാ നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ടൊന്ന് പാടി പ്രാർത്ഥിക്കണം. അത് നാവിലൂടെ പുറത്തേക്ക് വരും. ഈശോയെ നോക്കി, എന്ത് സാഹചര്യമാകട്ടെ, there is someone out there, എന്നെ കരുതുന്ന ഒരാൾ എൻ്റെ കൂടെയുണ്ട്. ഒരുമിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, ആമേൻ. യേശുവൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. അങ്ങനെ ഒരാൾ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഒറ്റ വഴിയുള്ളൂ. അങ്ങനെ ഒരാളിൽ വിശ്വസിക്കുക, അവനിൽ വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിക്കുക. എന്നെ കരുതുന്ന ഒരാളുണ്ടെങ്കിൽ നാളെ ഒരു പരീക്ഷണം വന്നാലും, നാളെ ഒരു സങ്കടം വന്നാലും, അത് അനുവദിച്ചാൽ അതിനെ അതിജീവിക്കാൻ ഈശോ എനിക്ക് ശക്തി തരും. വലത് കൈ നീട്ടിപ്പിടിച്ചോ. ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച കൈകളിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസിസുകളെല്ലാം ഒന്നുകൂടെ കൊടുത്തരും. കൈ നീട്ടിപ്പിടിച്ചേക്കുന്നത് കൈ വലിക്കുന്ന ഒരാളുടെ നേരെയല്ല, നീട്ടിപ്പിടിച്ച കരങ്ങളെ കയറി പിടിച്ച് ഉയർത്തിയെടുക്കുന്ന ഒരാളുടെ നേരെയാണ് നീ കൈ പിടിച്ചേക്കുന്നത്. എന്നെ കരുതുന്നവൻ, എന്നെ പരിപാലിക്കുന്നവൻ എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. പരീക്ഷ അനുവദിച്ചാൽ അതിനെ അതിജീവിക്കാൻ ഈശോ തരും, ശക്തി തരും. ആ ഒരു ബോധ്യത്തിൽ ഈശോയ്ക്ക് കൈ കൊടുക്കുകയാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പാടിക്കേ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ആമേൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണ് അറിയുന്നു ഞാൻ. വലിയൊരു ബോധ്യത്തോടെ പാടിക്കേ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണ് അറിയുന്നു ഞാൻ. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചോ. ഈ രോഗത്തിന് ഒരർത്ഥമുണ്ട്, ഈ ശൂന്യതയ്ക്ക് ഒരർത്ഥമുണ്ട്, ഈ സങ്കടത്തിനും ഈ പരാജയത്തിനും ഈ ബ്രോക്കൺ ഫീലിങ്ങിനും ഒരർത്ഥമുണ്ട്, നിന്റെ ഈ കണ്ണുനീരിനും ഒരർത്ഥമുണ്ട്. എന്തിനെന്ന് ചോദിക്കണ്ട, ഇതവൻ നന്മയാക്കി മാറ്റും. ഈ പരീക്ഷണം എന്തിനെന്ന് ചോദിക്കണ്ട, ഇത് അനുവദിച്ചത് ഈശോയാണെങ്കിൽ ഇതിനെ അതിജീവിക്കാൻ ശക്തി അവൻ നൽകും. ചോദ്യങ്ങളല്ല, യു നീഡ് ടു ട്രസ്റ്റ്. ഈശോയെ എന്തിനെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എനിക്കെല്ലാം കരുതുന്നവൻ, എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ അപ്പ അങ്ങ് എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തോക്കില്ല,
ഞാൻ തളരില്ല, ഞാൻ എഴുന്നേൽക്കും. ഞാൻ എൻ്റെ അപ്പനിൽ ആശ്രയിച്ച്, എൻ്റെ ഈശോയിൽ ആശ്രയിച്ച് ഞാൻ മുമ്പോട്ട് പോകും. കരങ്ങൾ നീട്ടി പിടിച്ച് ശക്തിയോടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വലിയൊരു ട്രസ്റ്റ് ഇവർക്ക് കൊടുക്കണേ. അങ്ങിൽ ആശ്രയിക്കാൻ, കണ്ണും പൂട്ടി അങ്ങേ വിശ്വസിക്കാൻ, ഈ പരാജയത്തിൽ നിന്ന് എഴുന്നേക്കാനുള്ള വലിയൊരു ശക്തി മക്കൾക്ക് ഈ സമയം നൽകണമേ. രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകണമേ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഈശോയെ അങ്ങ് ഈ വാതിലുകളെല്ലാം തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രാനായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ, അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങിൽ ആശ്രയിക്കുന്ന ഞങ്ങളുടെ മക്കളെ നിരാശപ്പെടാൻ ഇടവരുത്തരുത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. സ്തുതിച്ചേ, നിർത്താതെ സ്തുതിച്ചേ. കർത്താവിനെ സ്തുതിക്കുമ്പോ വലിയ വിമോചനം, വിടുതലും കർത്താവ് നൽകുകയാണ്. രോഗങ്ങളിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകുകയാണ്. വലിയ സൗഖ്യം സംഭവിക്കുന്ന സമയങ്ങളാണ്. കുടുംബങ്ങളിലേക്ക് വലിയ സമാധാനം നിറയുന്നു. കുടുംബ ബന്ധങ്ങളിലേക്ക് സമാധാനം നിറയുന്നു. ഭാര്യ ഭർത്താക്കന്മാരിലേക്ക്, മാതാപിതാക്കളിലേക്ക് കർത്താവിന് വലിയ കൃപ നിറയുന്ന സമയമാണ്. അപ്പാ, നിന്നെ ആശ്രയിക്കുന്ന മക്കളുടെ ജീവിതങ്ങളിലേക്ക്, അവരുടെ സ്വപ്നങ്ങളിലേക്ക്, പ്രാർത്ഥനകളിലേക്ക് ഈ സമയം അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളിലേക്ക്, കൈക്കുഞ്ഞുങ്ങളിലേക്ക്, ഗർഭസ്ഥ ശിശുക്കളിലേക്ക് അങ്ങയുടെ കരുണ ഈ സമയം നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവതി യുവാക്കളിലേക്ക്, കുഞ്ഞുമക്കളിലേക്ക്, വിദ്യാർത്ഥിനികളിലേക്ക് അങ്ങയുടെ വലിയ സ്നേഹത്തിന്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളിലേക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ മാനസാന്തരം ആവശ്യമായിരിക്കുന്ന മക്കളിലേക്ക് അങ്ങയുടെ കരുണയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിലേക്ക് അങ്ങയുടെ അഭിഷേകം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ ശുശ്രൂഷകളിലേക്കെല്ലാം, ഞങ്ങളുടെ ജോലിയിലേക്കെല്ലാം, പഠനത്തിലേക്കെല്ലാം കൃപ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. ഈശോ ആരാധന, 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 ആരാധന. ഈശോ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം. കരങ്ങൾ കോപ്പി പിടിക്കാം. ഈശോയെ കാണുക. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ ആ രക്തത്താലും പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ നിന്നെല്ലാം നമ്മളെ കരം പിടിച്ചുയർത്തുന്ന ആ കാരുണ്യത്തിൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാം. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ മനസ്സിലേക്ക് ഈശോ ആരാധിക്കുന്ന ഈ സമയം തന്നെ ഇവിടെ എല്ലാ പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി കൊടുക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ഈശോ, ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ കാര്യങ്ങളിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. ആ ഈശോയിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഈശോ എടുത്ത തീരുമാനങ്ങളിൽ ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്കായി കരുതുന്ന ആ ദൈവം ഈ സങ്കടങ്ങളെല്ലാം നന്മയാക്കി മാറ്റും. എൻ്റെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകും. സ്വർഗം തുറന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന എൻ്റെ ഈശോ, ഈ ഭൂമിയിൽ ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന എൻ്റെ ഈശോ എൻ്റെ മഹത്വത്തിലേക്ക് നയിക്കും. എന്നെ കരം പിടിച്ചുയർത്തും. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കും. ആ വിശ്വാസം നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ കൃപ സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂവണമേ വത്സലസുതരി. ദുർമലരാ ജീവിച്ചിടുവാ ചിന്തനമേ ദിവ്യവരങ്ങൾ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ഈ ആശീർവാദം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലേക്ക്, കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, കർത്താവേ ഞങ്ങളുടെ ദേശത്തിലേക്ക്, ഞങ്ങളുടെ ഭവനത്തിലേക്ക്
ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക്, ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ, ഞങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, ഞങ്ങളുടെ ജോലിയുടെ മേഖലകൾ, സ്വദേശത്തും വിദേശത്തും പഠിക്കുവാനും ജോലിക്ക് പോയിക്കുന്ന മക്കളിലേക്കെല്ലാം ഈ ആശീർവാദം കടന്നില്ലട്ടെ. ഈശോയെ, കിടപ്പ് രോഗികളിലേക്ക് ഈ ആശീർവാദം കടന്നില്ലട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ.